മാമ്പഴക്കാലമായതുകൊണ്ട് നമുക്ക് ഇന്നൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അതെങ്ങനെയെന്ന് നോക്കാം. വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഒരു 3-4 നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് കീറിയത് 2-3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഒരല്പം മുളക് പൊടി, അല്പം മഞ്ഞപ്പൊടി, പിന്നെ ഇതിനാവശ്യമായ ഉപ്പ്, പിന്നീട് ഒരു തുണ്ട് ശർക്കര. ഇത്രയും ഇട്ട് നകക്ക വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് ഒരു 5-6 മിനിറ്റ് വേവിച്ചു. ഒരു അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ, 2-3 ചെറിയ ഉള്ളി, ഒരല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടെ ഒരു ജാറിലിട്ട് നല്ലതുപോലെ അരയ്ക്കണം. അങ്ങനെ നല്ലതുപോലെ അരച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പോളം തൈര് കൂടി ചേർത്ത് കൊടുക്കാം. തൈര് കൂടെ ചേർത്ത് ഇതൊന്നുകൂടെ ഒന്ന് അടിച്ചിട്ട് വരാം. ഇതിപ്പം വെന്ത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് ഇതിൻ്റെ ഉള്ളെല്ലാം വെന്തിട്ടുണ്ട്. നല്ല വെന്ത് ഇതായി. ഇനി ഇതിലേക്ക് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആട്ടി വെച്ച തൈരും തേങ്ങയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളമാവാതെ കുറുകിയുള്ള ഒരിതാണിത്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, തിളക്കിയൊന്നും വേണ്ട. താളിപ്പിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കടുവിട്ട് കടുവ് പൊട്ടുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 വറ്റൽമുളക്, ഒരൽപ്പം കറിവേപ്പില, ഇത് സേർവ് ചെയ്യുന്നൊരു പാത്രത്തിലേക്ക്.